നമസ്കാരം. എന്ന് വരും എയിംസ് എന്നുള്ള കേരളത്തിന്റെ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കണമെന്ന കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. നിയമസഭയിലെ സ്വകാര്യ ബില്ലിന്റെ പ്രമേയ അവതരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ 150 ഏക്കർ സ്ഥലം എയിംസിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ശേഷിക്കുന്ന 50 ഏക്കർ കൂടി ഏറ്റെടുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണ് എന്നുകൂടി വീണ ജോർജ് പറയുന്നുണ്ട്. അതേസമയം കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഒരു ട്വീറ്റുമായി രംഗത്തെത്തിയിരുന്നു തിരുവനന്തപുരത്തിന്റെ എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ. ഒരു എംപിക്കും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാനാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെയും അതിന്റെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്റെ നിയോജക മണ്ഡലത്തിൽ എയിംസിന് വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടും തീവ്രമായ ലോബിയിങ് നടത്തിയിട്ടും പിന്നീട് വന്ന പിണറായി സർക്കാർ കോഴിക്കോടിലെ കിനാലൂർ മാത്രമായി ഈ പട്ടിക ചുരുക്കിയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ സ്ഥലം മാത്രമേ പരിഗണിക്കുന്നു എന്നുള്ളത് സത്യസന്ധമായി താൻ വോട്ടർമാരോട് തുറന്നു പറഞ്ഞിരുന്നു എന്നുകൂടി ശശി തരൂർ പറഞ്ഞിരുന്നു. വൃഥാ വാഗ്ദാനങ്ങൾ നൽകി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച BJP സ്ഥാനാർത്ഥികളെ കുറിച്ച് എന്ത് പറയാനല്ലേ എന്നുള്ള ഒരു വിമർശന സ്വരമുള്ള എക്സ് പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. അതേസമയം ഇതിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. 15 വർഷമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച തന്റെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത ഒരു കോൺഗ്രസ് MP ഇപ്പോഴിതാ കോഴിക്കോട് എയിംസ് വരുന്നതിനെ പറ്റി വാചാലനായിരിക്കുന്നു എന്നാണ്. തിരുവനന്തപുരത്ത് ഒരു NDA MP അല്ലെങ്കിൽ ഒരു BJP MP ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. 15 വർഷം എന്ന് പറയുന്നത് നിസ്സാരമായ കാലയളവല്ല. അതിനുള്ളിൽ നിരവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ട്വീറ്റ് യുദ്ധം കൊഴുക്കുകയാണ്. അതൊക്കെ ഏറ്റുപിടിക്കാൻ കോൺഗ്രസിന്റെയും BJP യുടെയും അണികളുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.